ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് ഫീഡ്ബാക്ക് എന്ന പുതിയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രോസസ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുമ്പം അതെന്തൊക്കെയാണ് അതുവരെ നമ്മുടെ ആ പഴയ ഡീറ്റെയിൽസിനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരു ആംപ്ലിഫയറൊക്കെ നമ്മൾ പഠിച്ചു. ആ ആംപ്ലിഫയറിൻ്റെ ഔട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടിലെ വാല്യൂസ് ഇൻഫോർമേഷൻസ് ഔട്ടിൽ നിന്ന് വീണ്ടും ഇൻപുട്ടിലേക്ക് എടുക്കുക തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് എ പ്രോസസ് ഓഫ് ഇൻജെക്റ്റിംഗ് സം എനർജി ഫ്രം ദി ഔട്ട്പുട്ട് ആൻഡ് ദെൻ റിട്ടേൺ ഇറ്റ് ബാക്ക് ടു ദ ഇൻപുട്ട്. അപ്പോൾ ഔട്ടിൽ നിന്ന് കുറച്ച് എനർജി എടുത്ത് ഇൻപുട്ടിലേക്ക് റിട്ടേൺ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻക്രീസസ്. ഇപ്പം നമ്മൾ എടുക്കുന്ന സിഗ്നൽ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ആ കൊടുക്കുന്നത് കൂടുകയാണോ അതേപോലെ തന്നെ കുറയുകയാണോ. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ കൂടാം അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ കുറയാം. അപ്പോൾ അങ്ങനെ ഇൻപുട്ട് സിഗ്നൽ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറയാം. അതാണ് ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ ഇൻപുട്ട് സിഗ്നലിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ദർ ആർ ടു ബേസിക് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്. ദേ ആർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദസ് ഇൻക്രീസസ് ഇറ്റ്. ഇപ്പോൾ ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറയുമ്പം വോൾട്ടേജോ കറൻറ്റോ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തു, ദെൻ ഇൻപുട്ടിലേക്ക് നമ്മൾ അതിനെ ഇൻ ഫേസ് ആയിട്ട് കൊടുക്കുക. ഇൻ ഫേസ് മീൻസ് എന്താണ്, അതവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻപുട്ട് വോൾട്ടേജിനെ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഡയറക്റ്റീവ് ഫീഡ്ബാക്ക് എന്നും വിളിക്കാം. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് അത് ഇൻഫേസ് ആയിട്ട് ഇൻപുട്ട് സിഗ്നലിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും, ഇൻക്രീസസ് ദ ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും. ഗെയിൻ ഇങ്ങനെ കൂടി അൺകൺട്രോളബിളായിട്ട് ഗെയിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ആംപ്ലിഫയേഴ്സിനകത്ത് യൂസ് ചെയ്യൽ പോസിബിൾ അല്ല. നമ്മൾ അങ്ങനെ ആംപ്ലിഫയേഴ്സിനകത്ത് യൂസ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് തന്നെ ഇതിനെ ഓസിലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പം ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യും, ഓസിലേറ്റേഴ്സിനകത്ത് യൂസ് ചെയ്യും. പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസ് എക്സസീവ് ഡിസ്റ്റോർഷൻ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് സെൽഡം യൂസ്ഡ് ഇൻ ആംപ്ലിഫയർ. Positive feedback is used in oscillators. Disadvantage of positive feedback is that it cannot have stable voltage gain. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ തരുന്നില്ല. അപ്പം പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞു, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഇൻക്രീസസ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതിന് റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും ഡയറക്റ്റീവ് ഫീഡ്ബാക്ക് എന്നും വിളിക്കാം. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും, ഇൻക്രീസസ് ദ ഗെയിൻ ഓഫ് ആംപ്ലിഫയർ. ഹവർ ഇറ്റ് പ്രൊഡ്യൂസസ് എക്സസീവ് ഡിസ്റ്റോർഷൻ ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് സെൽഡം യൂസ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്കാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം ഡിസഡ്വാൻറ്റേജ് ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ദാറ്റ് ഇറ്റ് കനോട്ട് ഹാവ് സ്റ്റേബിൾ വോൾട്ടേജ് ഗെയിൻ. നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദസ് ഡിക്രീസസ്. ഔട്ട് ഓഫ് ഫേസ് ആണ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും കൂടെ അവിടെ ഡിക്രീസ് ചെയ്തു പോകും. അപ്പോൾ അവിടെ ഡിക്രീസ് ചെയ്യുമ്പം അതിലേക്ക് കൊടുക്കുന്ന സിഗ്നലും ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് നമുക്കതിനെന്ത് പറയാം, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഇതിനെ നമുക്ക് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫീഡ്ബാക്ക് എന്നും വിളിക്കാം. ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇത് ഗെയിൻ റെഡ്യൂസ് ചെയ്യും, പിന്നെ സ്റ്റെബിലിറ്റിയും ബാൻഡ് വിഡ്ത്തും ഇൻക്രീസ് ചെയ്യും, ദെൻ ഡിസ്റ്റോർഷൻ, ഹാർമോണിക് ഡിസ്റ്റോർഷൻ, ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, അതേപോലെ തന്നെ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യും.
ദെൻ ലെസ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് ഡിസ്റ്റോഷനാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ക്യാൻ ബി മോഡിഫൈഡ്. ഇത്രയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സും. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം ഇഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദസ് ഡിക്രീസസ് ഇറ്റ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. Sometimes it is also called as degenerative feedback or inverse feedback. Negative feedback എന്ത് ചെയ്യും? Reduces the gain of amplifier, increase stability and bandwidth, it reduces the distortion and noise, it provides less frequency and phase distortion, input and output resistance can be modified as desired. നെക്സ്റ്റ് വൺ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ ഇതുവരെ നമ്മൾ ഫീഡ്ബാക്ക് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഫീഡ്ബാക്ക് എന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. എന്താ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ? ദി ആംപ്ലിഫയർ വിച്ച് യൂസ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിന് നമുക്ക് എന്ത് വിളിക്കാം? ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് വിളിക്കാം. അപ്പം അതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള ഒരു സാധാ ആംപ്ലിഫയർ നോക്കാം. അപ്പം നോർമൽ ആംപ്ലിഫയർ, അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ AV ആണ്. അതിൻ്റെ ഇൻപുട്ടിന് നമുക്ക് Vin എന്ന് പറഞ്ഞ ഇൻപുട്ടാണ് നമ്മളതിലേക്ക് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് V0 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണൊരു നോർമൽ ആംപ്ലിഫയർ. നമുക്ക് അതിനൊരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. V0 AV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വോൾട്ടേജ് ഗെയിൻ. AV ഈസ് ദ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? AV ഈക്വൽ ടു V0 ബൈ Vin. Vin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്, V0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം AV ഈക്വൽ ടു V0 ബൈ Vin എന്ന് കിട്ടി. ഇതിൽ നമുക്ക് V0 ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു Vin എഴുതി കൂടെ. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇതൊരു നമ്മുടെ സാധാ ആംപ്ലിഫയർ. ഇവിടെ ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് കൊടുത്തു നോക്കാം. നമ്മുടെ ആംപ്ലിഫയറിലേക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ AV ആണ്. ദെൻ നമ്മളിനി അതിൻ്റെ ഇൻപുട്ട്, ദെൻ ഔട്ട്പുട്ട്. ഇവിടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തു, ദെൻ ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുമ്പം അവിടെ ഫീഡ്ബാക്കിൽ ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കുമല്ലോ. അതിനെ നമുക്ക് ബീറ്റ, ഒരു കോൺസ്റ്റൻറ്റ് ടേം വെച്ച് അവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമ്മൾ ഔട്ട്പുട്ടിനെ എടുക്കുകയാണ്. ഔട്ട്പുട്ടിനെ നമുക്ക് എടുത്ത് അതെന്ത് ചെയ്യണം? ഇൻപുട്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പം ഇങ്ങനെ ഇൻപുട്ടിലേക്ക് ഇങ്ങനെ വന്നു. ഇനി നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, പഴയ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. അപ്പം ഇവിടെ നമുക്ക് RL നെക്രോസ് ഉണ്ടായിരിക്കുന്നത് എന്തായിരിക്കും? പ്ലസ് മൈനസ്. ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ V0, ലോഡ് വോൾട്ടേജ് ആണ് V0. ഇവിടെ ബീറ്റ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ഫാക്ടർ. അവിടെ ഒരു നെറ്റ്വർക്കാണിത്. ഇതൊരു നെറ്റ്വർക്കാണ് ബീറ്റ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അവിടുത്തെ ഔട്ട്പുട്ടിലെ കുറച്ച് ഡാറ്റ എടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് വഴിയാവുമല്ലോ. ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ബീറ്റ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് V0 നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? ബീറ്റ ഇൻറ്റു V0 അല്ലേ? ഇവിടുത്തെ വാല്യൂ എന്താണ്? V0. അപ്പം നമുക്ക് ഇവിടെ എന്ത് പറയാം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. അതേപോലെ നമുക്കിവിടെ എഴുതിക്കൂടെ? ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. ഇവിടെ ഗെയിൻ എന്താ? ബീറ്റ. ഇൻപുട്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? V0. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് V0. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ബീറ്റ V0. ആ ബീറ്റ V0 ആണ് ഈ Vinൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അത് എങ്ങോട്ടേക്ക് കൊടുക്കും? നമ്മുടെ ആംപ്ലിഫയറിലേക്ക്. ഈ AV എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിഫയറാണ്. AV എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ്. അപ്പോൾ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ആ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? V0 ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കിനി നോക്കുക, ഇവിടെ ഇതിനൊന്ന് സർക്യൂട്ട് ഇക്വേഷൻ എഴുതി നോക്കാം. നമ്മുടെ ഔട്ട്പുട്ട് പറഞ്ഞു V0 ഡാഷ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ V0 ഡാഷ് ഈക്വൽ ടു
എന്തായിരിക്കും വരിക? V0 ഈക്വൽ ടു ഔട്ട്പുട്ട് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു ഇൻപുട്ട്. ഗെയിൻ എന്താണ് ഇവിടെ? AV അല്ലേ? ഇൻപുട്ട് എന്താ വരിക? Vin പ്ലസ് ബീറ്റ V0 വരും. Vin പ്ലസ് ബീറ്റ V0. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. V0 ഈക്വൽ ടു AV ഇൻറ്റു Vin പ്ലസ് AV ഇൻറ്റു Vin പ്ലസ് ബീറ്റ. ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ബീറ്റ V0. ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പം റീഅറേഞ്ചിങ് ദീസ് ഇക്വേഷൻസ്. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V0 ടേംസിനെ അങ്ങ് ഗ്രൂപ്പ് ചെയ്യാം. അപ്പം V0 ഇൻറ്റു റൈറ്റ് സൈഡിൽ ഏതാണ് V0 ടേം വരുന്നത്? ബീറ്റ AV അല്ലേ? അപ്പം നമുക്കവിടെ എങ്ങനെ എഴുതാം? 1 മൈനസ് ബീറ്റ AV ഈക്വൽ ടു AV ഇൻറ്റു Vin എന്ന് പറയാം. അപ്പം V0 Vinനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ V0 ബൈ Vin ഈക്വൽ ടു AV. പിന്നെ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? AV ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ AV. അപ്പം AV ബൈ 1 മൈനസ് ബീറ്റ AV. ഇതാണ് ഗെയിൻ. എന്ത് ഗെയിൻ? ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ. അപ്പം AV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AV ആണ് നമ്മൾ ഏതിൻ്റെ പറഞ്ഞത്? ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ AV നമുക്ക് എന്ത് പറയാം? ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഗെയിൻ ഓഫ് ദി ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AV എന്ന് പറയുന്നത്. അപ്പം AV നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാമല്ലോ. V0 ഡിവൈഡഡ് ബൈ Vin. ഇതാണ് നമ്മൾ AV എന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഒന്നും കൂടെ AV ഈക്വൽ ടു AV ബൈ 1 മൈനസ് ബീറ്റ AV. ഇതിൽ ബീറ്റ എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക് ഫാക്ടർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റേഷ്യോ. അപ്പം വേർ ബീറ്റ ഈക്വൽ ടു ഫീഡ്ബാക്ക് റേഷ്യോ. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ റേഷ്യോ ആണ് ബീറ്റ. അതിൽ ബീറ്റ ഈക്വൽ ടു പോസിറ്റീവ്. ബീറ്റയുടെ വാല്യൂ പോസിറ്റീവാണ്. ഏതിന്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ. ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ബീറ്റ ഈക്വൽ ടു, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ ബീറ്റയുടെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ നമുക്കിതിൽ എന്ത് പറയാം? AV ഇതിലൊക്കെ എന്തൊക്കെ മാറ്റം വരും? പോസിറ്റീവ് ഫീഡ്ബാക്കും ഈ ഇക്വേഷനിൽ AV ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്തി എഴുതാം? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിലും നമുക്ക് എഴുതിക്കൂടെ? അപ്പം AV ഈക്വൽ ടു AV ബൈ 1 മൈനസ് ബീറ്റ. ബീറ്റ പോസിറ്റീവ് ആവുമ്പോൾ ബീറ്റ തന്നെ 1 മൈനസ് ബീറ്റ AV ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ. ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇനി AV ഈക്വൽ ടു AV ബൈ 1 പ്ലസ് 1 മൈനസ് ഓഫ് മൈനസ് ബീറ്റ ഇൻറ്റു AV. ഇതെന്തായി മാറും? ഈക്വൽ ടു AV ബൈ 1 പ്ലസ് ബീറ്റ AV ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ. ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം AV ഈക്വൽ ടു AV ബൈ 1 പ്ലസ് ബീറ്റ AV ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാര്യം പറഞ്ഞു. നെഗറ്റീവ് ഫീഡ്ബാക്കും രണ്ട് കേസിലും ഗെയിൻ എങ്ങനെ വരിക നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പം എന്താ നമുക്ക് പറഞ്ഞത്? 1 പ്ലസ് ബീറ്റ AV എന്ന് പറയുന്ന ടേം
പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ 1 മൈനസ് ബീറ്റ എ വി, ഡിനോമിനേറ്ററിൽ 1 മൈനസ് ബീറ്റ എ വി അല്ലേ വരുന്നത്. 1 മൈനസ് ബീറ്റ എ വി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് എ വി ഡാഷ് ഈക്വൽ ടു എ വി ബൈ 1 മൈനസ് ബീറ്റ എ വി. അപ്പോൾ ഈ 1 മൈനസ് ബീറ്റ എ വി എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലെ ടേം ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആവുമ്പോൾ എന്തായിരിക്കും ഈ ഒരു ടേം എ വി ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ആയിരിക്കില്ലേ. അപ്പം എ വി ഡാഷ് ഈക്വൽ ടു എ വി ഡാഷ് ഗ്രേറ്റർ ദാൻ എ വി എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് സാധാ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്കിനേക്കാൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ റീജനറേഷൻ ഫീഡ്ബാക്ക് എന്നൊക്കെ വിളിക്കുന്നത്, റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ്, നമ്മൾ ആദ്യം പറഞ്ഞു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന കേസിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു. കാരണം ഇവിടെ എന്താ നടക്കുന്നത്, 1 മൈനസ് ബീറ്റ എ വി ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആകുമ്പം വോൾട്ടേജ് ഗെയിൻ, ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഉണ്ടാവുന്ന കേസിലുള്ള ഗെയിനിനേക്കാളും കൂടുതലാണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് regenerative feedback. Hence it is called regenerative feedback. Okay, then നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ, ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന കേസിൽ എ വി ഡാഷ് എന്താണ്, എ വി ഡാഷ് ഈക്വൽ ടു എ വി ബൈ 1 പ്ലസ് ബീറ്റ എ വി ആണ്. അതിൽ 1 പ്ലസ് ബീറ്റ എ വി എന്ന് പറയുന്ന ടേം ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1 പ്ലസ് ബീറ്റ എ വി, ഈ ഡിനോമിനേറ്റർ ടേം ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്തായിരിക്കും, എ വി ഡാഷ് എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ വി ഡാഷ് ലെസ് ദാൻ എ വി എന്ന് പറയാം. എ വി ഡാഷ് ലെസ് ദാൻ എ വി. അപ്പോൾ എ വി ഡാഷ് ഈക്വൽ ടു എ വി ബൈ 1 പ്ലസ് ബീറ്റ എ വി. 1 പ്ലസ് ബീറ്റ എ വി എന്താ, ഗ്രേറ്റർ ദാൻ 1. അപ്പം എ വി ഡാഷ് ലെസ് ദാൻ അവിടെ കുറഞ്ഞു. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന കേസിൽ അവിടെ ഗെയിൻ എന്ത് ചെയ്തു, കുറഞ്ഞു. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. കുറയല്ലേ ചെയ്ത്, അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ്, hence it is called degenerative feedback. Hence it is called degenerative feedback. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു, നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു. ഈ പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ടാവുന്ന കേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് പറഞ്ഞു. എന്തുകൊണ്ട് അതിനെ റീജനറേറ്റീവ് ഫീഡ്ബാക്കും ഡീജനറേറ്റീവ് ഫീഡ്ബാക്കെന്നും വിളിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇതിലെ ബീറ്റ എ വി, ബീറ്റ എ വി എന്ന് പറയുന്ന ടേമാണ് ലൂപ്പ് ഗെയിൻ. ഇതിനെ നമുക്ക് ലൂപ്പ് ഗെയിൻ എന്ന് വിളിക്കാം. ബീറ്റ എ വി ഈക്വൽ ടു ലൂപ്പ് ഗെയിൻ. ഇനി 1 മൈനസ് ബീറ്റ എ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്, റിട്ടേൺ ഡിഫറൻസ്. 1 മൈനസ് ബീറ്റ എ വി ഈക്വൽ ടു റിട്ടേൺ ഡിഫറൻസ്, റിട്ടേൺ ഡിഫറൻസ് ഓർ ഡീസെൻസിറ്റിവിറ്റി, or desensitivity, return difference or resensitivity. 1 minus beta AV is called return difference or desensitivity. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് വരുന്നത്, ഫീഡ്ബാക്കിൻ്റെ അകത്ത് വരുന്നത്. ആദ്യം നമ്മൾ ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. ദെൻ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം പ്രോസസ് ഓഫ് ഇൻജെക്റ്റിംഗ് സം എനർജി ഫ്രം ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. Depending upon whether the feedback signal increases or decreases the input signal. Two basic type of feedback are positive feedback and negative feedback. Then positive feedback എന്താണ് positive feedback എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, in phase with the input signal, feedback signal in phase with the input signal ആണെങ്കിൽ positive feedback. Regenerative feedback, direct feedback എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഗെയിൻ ഇൻക്രീസ് ചെയ്യും, ഡിസ്റ്റോർഷൻ റിഡ്യൂസ് ചെയ്യും. അപ്ലിക്കേഷൻ ഓസിലേറ്ററിൻ്റെ അകത്താണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫീഡ്ബാക്ക് സിഗ്നൽ ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഇൻപുട്ട് സിഗ്നലാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യും? ഡിക്രീസസ് ദ ഗെയിൻ, increases the stability and bandwidth, reduce the distortion and noise, and provide less frequency in phase distortion. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ യൂസ് കണ്ടത്? അതിൻ്റെ അപ്ലിക്കേഷൻ, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ അകത്താണ്. ആംപ്ലിഫയേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കും ഓസിലേറ്റേഴ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കുമാണ്. ദെൻ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളൊരു സാധാ ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് ഇല്ലാതെ അതിൻ്റെ ഗെയിന് കണ്ടുപിടിച്ചു, ദെൻ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു. ദെൻ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ടാണ്. മീൻസ് നമുക്കവിടെ ഗെയിൻ റെഡ്യൂസ് ചെയ്യാം, ഗെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് എലമെൻറ്റ്സ് പാസീവ് നെറ്റ്വർക്കിന് അതൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനകത്തുണ്ടെങ്കിൽ നമുക്കതിന് സ്റ്റേബിളായിട്ടുള്ള ഗെയിൻ നമുക്കവിടെ പോസിബിളാണ്. ദെൻ നമുക്ക് നോയ്സ് റെഡ്യൂസ് ചെയ്യാം, ഡിസ്റ്റോർഷൻസ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ ഏതിൻ്റെ അകത്ത് വരുന്നുണ്ട്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ അകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഗെയിൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഗെയിൻ എന്താണ്? എ ബി ഡാഷ് ഈക്വൽ ടു എ ബി ബൈ 1 മൈനസ് ബീറ്റ എ ബി. അതിൽ ബീറ്റ എന്ന് പറയുന്ന ടേം പോസിറ്റീവാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവാണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ എ ബി ഡാഷ് ഈക്വൽ ടു എ ബി ബൈ 1 മൈനസ് ബീറ്റ എ ബി ഫോർ ഓസിലേറ്ററും എ ബി ഡാഷ് ഈക്വൽ ടു എ ബി ബൈ 1 പ്ലസ് ബീറ്റ എ ബി ഫോർ ആംപ്ലിഫയേഴ്സുമാണ് വരിക നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന കേസിൽ. ദെൻ എന്തുകൊണ്ട് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്, എങ്ങനെ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഫീഡ്ബാക്കിൻ്റെ അകത്ത് വരുന്നത്. ദെൻ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.